നരേന്ദ്രമോദി സർക്കാരിന്റെ 11ാം വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായി ബിജെപി കായംകുളം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വികസിത ഭാരത സങ്കല്പ സഭ നടത്തി. ബിജെപി ആലപ്പുഴ തെക്ക് ജില്ലാ വൈസ് പ്രസിഡന്റ് ഡി വിനോദ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. നരേന്ദ്രമോദി സർക്കാരിന്റെ 11ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ബിജെപി കായംകുളം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വികസിത ഭാരത സങ്കല്പ സഭ സംഘടിപ്പിച്ചു. ബിജെപി ആലപ്പുഴ തെക്ക് ജില്ലാ വൈസ് പ്രസിഡന്റ് ഡി വിനോദ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. മണ്ഡലം പ്രസിഡന്റ് ആർ വിനോദ് അധ്യക്ഷനായി. സംസ്ഥാന കൗൺസിൽ അംഗം പാലമെട്ട് വിജയകുമാർ, ജില്ലാ ഭാരവാഹികളായ സുനിത രാജ്, രാജശ്രീ കമ്മത്ത്, മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ ബിജു അമ്പക്കാട്, ബിപിൻ രാജ്, മണ്ഡലം ഭാരവാഹികളായ ആർ രാജേഷ്, ഓമന അനിൽ, രാജേഷ് കമ്മത്ത്, സ്റ്റാലിൻ, കെ പ്രസാദ്, ഉണ്ണികൃഷ്ണൻ കാക്കനാട്, സുരേഷ് കുമാർ, അഖിൽ, അഭിലാഷ് പമ്പ, അരുൺ ദേവികുളങ്ങര തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ ഭാരവാഹികൾ, മണ്ഡലത്തിന്റെ ജനറൽ സെക്രട്ടറിമാരടക്കമുള്ള ഭാരവാഹികൾ, ഇവിടെ എത്തിയിരിക്കുന്ന വിവിധ ചുമതലയുള്ള സഹപ്രവർത്തകരെ എല്ലാവർക്കും നമസ്കാരം. ഇവിടെ ഉദ്ഘാടക പ്രാസംഗികൻ, കഴിഞ്ഞ 11 വർഷമായി തുടർച്ചയായിട്ട് ഭാരതം ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാർ അഴിമതിരഹിതമായി വിപ്ലവകരമായ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് ലോകം ഉറ്റുനോക്കുന്ന ഏറ്റവും കൂടുതൽ വികസനം വളരെ വേഗം നടക്കുന്ന ഒരു രാജ്യമെന്ന നിലയിൽ ലോകം ഇന്ന് നമ്മുടെ രാജ്യത്തെയും നമ്മുടെ ഭരണകൂടത്തെയും ഉറ്റുനോക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നരേന്ദ്രമോദി സർക്കാർ ഭരണ രംഗത്ത് മികവ് പുലർത്തിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഭാരതം തുടർച്ചയായി ഏതാണ്ട് 50 വർഷത്തിലേറെ ഭരിച്ച, 50 ഏതാണ്ട് 60 വർഷം ഭരിച്ച നരേന്ദ്രമോദി സർക്കാരിന്റെ 11 വർഷവും വാജ്പേയി മന്ത്രിസഭയുടെ 6 വർഷവും മൊറാർജി ദേശായിയുടെ 2 വർഷവും ഒഴിച്ച് ഏതാണ്ട് 60 വർഷത്തോളം ഇന്ത്യ ഭരിച്ച കോൺഗ്രസിന് ചിന്തിക്കാൻ പോലും കഴിയാത്ത നിരവധി കാര്യങ്ങൾ രാജ്യത്താകമാനം നടത്തിക്കൊണ്ട് കേന്ദ്ര സർക്കാർ 11 വർഷം പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഈ രാജ്യത്തിൻ്റെ സമസ്ത മേഖലകളിലും സമ്പൂർണ്ണ വികസനം നടപ്പാക്കിക്കൊണ്ടാണ് സർക്കാർ വിജയക്കുതിപ്പ് തുടരുന്നത്. നരേന്ദ്രമോദിജിയുടെ കഴിഞ്ഞ 11 വർഷക്കാലത്തെ ഭരണം വികസിത ഭാരതത്തിന്റെ അമൃതകാലം എന്ന രീതിയിലാണ് പാർട്ടി അഖിലേന്ത്യാ തലത്തിൽ ആഘോഷിക്കുന്നത്. ഈ 11 വർഷത്തെ വികസന പ്രവർത്തനങ്ങൾ നമ്മൾ താഴെത്തട്ടിൽ, അതായത് പൊതുജനങ്ങളുടെ മുൻപിൽ എത്തിക്കുക എന്നുള്ള പാർട്ടിയുടെ ദേശീയ തലത്തിലുള്ള ഒരു പ്രചാരണത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്ന് ഈ യോഗം ഇവിടെ കൂടിയിരിക്കുന്നത്. നമുക്കറിയാം, നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം രാജ്യത്ത് നിരവധിയായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ നടക്കുകയുണ്ടായി. ഒരു പദ്ധതികൾ കിട്ടാത്ത വീടുകളില്ല. നമുക്ക് ഏറെ അഭിമാനിച്ചുകൊണ്ട്, നമുക്ക് ഏറെ ബഹുമാനത്തോടുകൂടി ഇന്ന് ഓരോ ഭവനങ്ങളിലും എത്തിച്ചേരാൻ പറ്റുന്ന സാഹചര്യമാണ്. നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം പറഞ്ഞാൽ, സമയകാലങ്ങളിൽ BJP ഭരണത്തിൽ ഇല്ലായ്മയുള്ള സമയങ്ങളിൽ നമുക്ക് സർക്കാർ ഓഫീസുകളിലോ അല്ലെങ്കിൽ മറ്റുള്ള വീടുകളിലോ ചെല്ലുമ്പോൾ വലിയൊരു അവഗണനയാണ് നമ്മൾ നേരിടേണ്ടി വന്നിട്ടുള്ളത്. എന്നാൽ ഇന്ന് തീർത്തും അത് മാറി നമ്മളെ സ്വീകരിക്കുന്ന സാഹചര്യമാണ് നമുക്ക് നമ്മുടെ മുന്നിൽ ജനങ്ങളുടെ മുന്നിൽ നമുക്കും അംഗീകാരം ഉണ്ടായിരിക്കുന്നത്. CDNet ന്യൂസ്, കായംകുളം.